ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൽ കാകദൃഷ്ടി എന്ന് പറയുന്ന ഒരു കോമിക് കോളമുണ്ട്. അതിൽ പറഞ്ഞിട്ടുണ്ട്, ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു എന്ന് പറഞ്ഞപ്പോൾ പണത്തിന് മീതെ പരുന്തും എന്ന ഒരു കൊട്ടേഷനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ബോബി ചെമ്മണ്ണൂർ നമ്മുടെ മുൻപിൽ കാണാവുന്ന, യഥാർത്ഥത്തിൽ ഉള്ളതാണോ എന്നറിയില്ല, സമ്പത്തിന്റെ കാര്യത്തിൽ വളരെ പെരുപ്പിച്ച് കാട്ടിയ ഒരാളാണ്. ബോബി ചെമ്മണ്ണൂരിനെ ഒരു കാലത്ത് ബഹുമാനിച്ചിട്ടില്ലാത്ത ഒരാളാണ് ഞാൻ. കാരണം അയാളുടെ കോമാളിത്തരവും ഗോഷ്ടിയും അതൊക്കെ ഒരു കാര്യം. പക്ഷേ അദ്ദേഹം നടത്തിയ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള വലിയ പരാതികൾ, ഒരുപാട് കേസുകളുണ്ട്. അത് ഇവിടുത്തെ ഭരണകൂടങ്ങൾക്കൊക്കെ അറിയാം. പക്ഷെ അയാൾക്കെതിരെ ഒരു നടപടിയും എടുത്തിട്ടില്ല. ഒരുപാട് പേർ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പണമിടപാടുമായി ബന്ധപ്പെട്ട്, ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട്. ഞാൻ അതിന്റെ മറ്റൊരു വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ അയാൾക്കെതിരെ ഒരു കേസ് വന്നിട്ടുള്ളത് ഹണി റോസിന്റെ കേസാണ്. ഞാൻ പറയാ, വീരപ്പനെ സൈക്കിൾ ഡബിൾ വെച്ചാണ് അറസ്റ്റ് ചെയ്യുന്ന മാതിരിയാണ് ബോച്ചേപ്പ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ വലിയ കുറ്റം ചെയ്ത വീരപ്പനെ നിങ്ങൾ അയ്യോ സൈക്കിളിന് ഡബിൾ ഓവർലോഡ് പോയി എന്ന് പറഞ്ഞൊരു കേസ് എടുത്താൽ എങ്ങനെയിരിക്കും? ഹണി റോസിനെതിരെയുള്ള കേസ് സിമ്പിളാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അത് ദുർബലമാണെന്നും പറയാൻ പറ്റില്ല. പക്ഷേ ബോച്ചയ്ക്ക് അർഹിക്കുന്ന ഒരു ശിക്ഷയൊന്നും ഇതുവഴി കിട്ടാൻ പോകുന്നില്ല. ശിക്ഷ കിട്ടുമെന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം. കോടതിയിൽ വരാൻ പോകണുള്ളൂ. ചാർജ് ഷീറ്റ് വന്നിട്ടില്ല, അന്വേഷണം കൊടുത്തിട്ടില്ല, ഒന്നും വന്നിട്ടില്ല. അയാൾ പിന്നെ എൻ്റെ ഒരു കണക്കനുസരിച്ചാണെങ്കിൽ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ എവിടെയെങ്കിലും പോയാലും ജാമ്യം വാങ്ങും. ജാമ്യം വാങ്ങിയാൽ ഈ കേസ് വിസ്മൃതിയിലാണ്ട് പോകും. എന്നാൽ ജയിലിൽ കിടക്കുകയാണെങ്കിൽ മാത്രമേ കേസിന് എന്തെങ്കിലും വിലയുള്ളൂ, അല്ലെങ്കിൽ യാതൊരു വിലയില്ല. ഒരുപക്ഷെ അത് മാത്രമേ കിട്ടുന്ന ഏക ശിക്ഷ. ഇന്നലെ രാത്രി ഒരു ദിവസം കിടന്നു എന്ന് വളരെ വൈകാരികമായി മാധ്യമങ്ങൾ എഴുതുന്നുണ്ട്. എനിക്ക് ചിരി വന്നുപോയി. ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്ത രീതി നമ്മളൊക്കെ കണ്ടല്ലോ മാധ്യമങ്ങളിൽ. എന്തൊരു സ്നേഹത്തോടു കൂടി. അങ്ങനെയല്ലല്ലോ PV അൻവറിനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. അങ്ങനെയല്ലല്ലോ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തത്. നമ്മളിതൊക്കെ കണ്ടതാണ്. വീട് വളഞ്ഞ് രാത്രി അറസ്റ്റ് ചെയ്യാൻ. ഇത് അദ്ദേഹത്തിന് സ്വന്തം വണ്ടിയിൽ വരാൻ പറ്റിയില്ല എന്നുള്ളൊരു ഡിസ്കംഫർട്ട് മാത്രമേ അയാൾക്ക് ഉണ്ടായുള്ളൂ. ബാക്കി ഇടയ്ക്കൊക്കെ നിർത്തി വർത്താനൊക്കെ പറഞ്ഞ് നാട്ടുകാരോടൊക്കെ സല്യൂട്ട് അടിച്ച് സലാം കൊടുത്തിട്ടൊക്കെ പുള്ളി വന്നിരുന്നത്. ഏതായാലും ഒരു ദിവസം രാത്രി കിടന്നത് അത് ശിക്ഷയാണെങ്കിൽ നല്ല കാര്യം. എനിക്കിത് ബഹുമാനിക്കാനുള്ളത് ഹണി റോസിനെയാണ്. അവരുടെ പേര് പറയാമോ എന്ന് ചോദിച്ചാൽ ശരിക്കും പറയാൻ പാടില്ല. ശരിക്കും പോലും അവർ തന്നെ നേരിട്ട് രംഗത്ത് വന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പിന്നെ പേര് പറയുന്നത് നിയമപരമായി തെറ്റല്ല. എന്തായാലും അതിജീവിത എന്ന അർത്ഥത്തിൽ അവരെടുത്തൊരു നിലപാട് എന്ന് പറയുന്നത് വളരെ ബോൾഡാണ്. ഇയാൾക്കെതിരെ മുമ്പ് പരാതി വന്നിട്ടും ഈ കാര്യത്തിൽ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ സർക്കാരിന് നിവൃത്തിയില്ലാത്തൊരു ഘട്ടം വന്നപ്പോൾ ഇയാൾക്കെതിരെ കേസെടുത്തു. ഹണി റോസ് മുഖ്യമന്ത്രിയെ നേരിട്ട് വിളിച്ചിട്ടൊക്കെയാണ് കേസ് വന്നതെന്നാണ് പറയുന്നത്. എന്തായാലും ഏറ്റവും രസകരമായ ഒരു കാര്യം, അയാൾ ഒരു ദിവസം ജയിലിൽ കിടന്നു എന്നുള്ളത് മാത്രമാണ്. നാളെ അയാൾ വിമോചിക്കപ്പെട്ടേക്കാം. പക്ഷേ കേസ് വളരെ വളരെ കുറഞ്ഞ ശിക്ഷ കിട്ടുന്ന ഒരു കേസാണത്. പക്ഷെ അയാൾക്ക് അതൊരു കാര്യമല്ല. കാരണം അയാൾ ഒരാളോടല്ല, ഇത് ആയിരക്കണക്കിന് ആളുകളോട് ചെയ്തിട്ടുള്ള കാര്യമാണ്. ദ്വയാർത്ഥം വെച്ച് പറയുക, അയാളുടെ ചില തരികട പരിപാടികൾ ചെയ്യുക, സ്ത്രീകളെ എല്ലാ അർത്ഥത്തിലും അപമാനിക്കുക, ബോഡി ഷെയ്മിങ് ചെയ്യുക, ഇതൊക്കെ അയാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ എല്ലാവരുടെ കേസിലും ഇയാൾ കുറെ ആളുകൾ കൂടി വരണം ഈ കേസിൽ. എന്നിട്ട് എല്ലാവരുടെ കേസിലും ഇയാൾ ശിക്ഷിക്കപ്പെടണം. എങ്കിൽ മാത്രമേ ഇയാൾക്ക് എന്തെങ്കിലും ഈ കാര്യത്തിൽ ശിക്ഷ കിട്ടൂ. എന്നാൽ ഇതിനൊപ്പം ഇയാൾ ചെയ്തിട്ടുള്ള മറ്റ് തെറ്റുകൾ പോലീസ് അന്വേഷിക്കുമോ? അത് ചെയ്യണ്ടേ? എനിക്കൊരു പ്രതീക്ഷയില്ല. കാരണം മോൺസൺ മാവുങ്കൽ എന്ന് പറഞ്ഞ ഒരാളെ പറ്റി ഇപ്പോൾ നമ്മൾ കേൾക്കാനേ ഇല്ല. ലോകോത്തര തട്ടിപ്പ് നടത്തിയിട്ട് അയാൾ എവിടെ പോയി നമുക്കറിയില്ല. അയാൾക്കെതിരെ കേസുണ്ടോ, അയാൾക്ക് ജാമ്യമാണോ, അയാൾ പുറത്താണോ അകത്താണോ എന്ന് ആർക്കും അറിയില്ല. എന്ന് പറഞ്ഞാൽ ഈ കേസ് ആവിയായി പോയി. കാരണം ആ കേസിൽ സാക്ഷിയാവേണ്ട ഒരാൾ DGP ആയിരുന്ന ഒരാളാണ്. അദ്ദേഹമാണ് അവിടെ പോയി വാളും പരിചയമൊക്കെ പിടിച്ചിരുന്നത്. അപ്പോ കേസുകൾ ഇങ്ങനെയാണ്. ഇപ്പൊ ഒരു ബഹളം ഉണ്ടാവും, അത് കഴിഞ്ഞാൽ കേസ് അങ്ങ് തീരും, ഇവര് ജാമ്യം കിട്ടും, ഇവർ പോകും. അതുപോലെ സംഭവിക്കരുത് ഈ കേസിൽ. എൻ്റെ ഒരു ആഗ്രഹം അതാണ്. ഇദ്ദേഹത്തിനെതിരെ ഉള്ള ബാക്കി കേസുകൾ കൂടി എടുക്കണം, ആ കേസെടുത്ത് പോകണം. ഹണി റോസ് അതിനൊരു കാരണമായെങ്കിൽ, ഞാൻ ഹണി റോസിന്റെ ആരാധകനൊന്നുമല്ല, ഫാനുമല്ല, പക്ഷെ ഒരു അതിജീവിത എന്ന നിലയ്ക്ക് അവർ നടത്തിയ പോരാട്ടത്തിന് 101% പിന്തുണയും കൊടുക്കേണ്ടതുണ്ട് കേരളീയ സമൂഹം. കാരണം എത്ര ഉന്നതനായാലും പിടിക്കും. പക്ഷെ ഉന്നതന്റെ കാര്യം പറയുമ്പോൾ വേറെ പല ഉന്നതരും ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ മറന്നു പോകുന്നില്ല. ഇപ്പൊ പോലീസിന്റെ എന്തെങ്കിലും ഒരു ധീരകൃത്യമായിട്ട് ഞാൻ കാണുന്നുമില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഒരു MLA ഇവിടെ ഉണ്ട്. ഇതിനേക്കാൾ വലിയ ആരോപണം നേരിട്ട് ഒരു MLA ഇവിടെ കേരളത്തിലെ MLA ആണ്, ഭരണകക്ഷി MLA ആണ്. അദ്ദേഹത്തിനെതിരെ ഒരു ചാർജ് ഷീറ്റ് പോലും കൊടുത്തിട്ടില്ല, ഒരു FIR പോലും ഇട്ടൊന്നും എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ തന്നെ ഒരു ജാമ്യം കിട്ടിയാൽ പുള്ളിക്ക് അതൊരു പ്രശ്നമല്ല. എന്തായാലും ബോച്ചെ ചെയ്തത് തുല്യമായോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലോ ചെയ്ത MLA അടക്കമുള്ള നിരവധി സിനിമാ നടന്മാർക്കെതിരെ ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവർക്കെതിരെ കേസെടുക്കാനുള്ള ധൈര്യമൊന്നും ഇവിടെ ഇല്ല. ഇവിടെ ഒരു സിനിമാ നടി ആക്രമിക്കപ്പെട്ട കേസ് ഏതാണ്ട് ദുർബലപ്പെട്ടു പോവുകയാണെന്നാണ് നമ്മൾ വാർത്തകളിൽ നിന്ന് മനസ്സിലാവുന്നത്. ഒരു ബിഷപ്പ് ആക്രമിച്ച കേസ് പ്രതിയെ വെറുതെ വിട്ടുകൊണ്ടാണ് നമ്മൾ കണ്ടത്. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ശിക്ഷിക്കപ്പെടുവോ എന്നുള്ളൊരു കാര്യം നമുക്കറിയില്ല. വാളയാറും വണ്ടിപ്പെരിയാറിന്റെ ഒക്കെ ലൈനിൽ തന്നെ ഇതും പോകാനാണ് സാധ്യത. ഏതായാലും ശിക്ഷിക്കപ്പെട്ടാൽ അത് കേരളത്തിലൊരു ചരിത്രമാവും.